പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്ന് വന്നേക്കുന്നതിനെ ആമീൻ. ദ ട്രൂ ഫെയ്ത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ യൂട്യൂബ് ആലക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധരായ പൗലോസ്ലീഹ കൊരിന്ത്യരോട് പറയുന്നത് 1 കൊരിന്ത്യർ 11:23, എന്തെന്നാൽ ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചിട്ടുള്ളതാണ് എന്നതിൻ്റെ ഒരു വിശദീകരണമാണ്. കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചതെന്നാണ് പരിശുദ്ധനായ ശ്ലീഹ പറയുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കേട്ടത്, ഒരു നവീകരണ സഭക്കാരൻ കർത്താവിൽ നിന്ന് പൗലോസ് പ്രാപിച്ചിട്ടുള്ളത് അവൻ അറേബ്യ മരുഭൂമിയിൽ പോയപ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിലോ ഒരു ദർശനത്തിൽ അവന് വെളിപ്പെടുത്തി കൊടുത്തു. അതെങ്ങനെയാണ് ശരിയാവുന്നത്? കർത്താവ് വിശുദ്ധ കുർബാന ഇവിടെ സ്ഥാപിച്ചു, ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചു. പിന്നെ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് പൗലോസിന് പ്രത്യക്ഷപ്പെട്ട് ഈ കുർബാന സ്ഥാപിക്കുന്നതൊക്കെ ദർശനത്തിൽ കാണിച്ചു കൊടുക്കും. ഈ ദർശനത്തിൽ കൂടി പൗലോസിന് വിശുദ്ധ കുർബാന കൊടുത്തോ എനിക്കറിയില്ല. സ്വപ്നത്തിലോ ദർശനത്തിലോ നമുക്ക് വിശുദ്ധ കുർബാന തരാൻ അങ്ങനെ സംഭവിക്കുമോ? കർത്താവിനൊന്നും സാധ്യമല്ല. പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം പൗലോസിന് കൊടുത്തിട്ടില്ല, അത് ഉറപ്പിച്ചു പറയാം. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ കർത്താവിൽ നിന്നാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, കൈക്കൊള്ളുന്നത്. സ്വീകരിക്കുന്നു പറയുന്നത് തെറ്റാ, കൈക്കൊള്ളുന്നു എന്ന് പറയണം, അല്ല അനുഭവിക്കുന്നു എന്ന് പറയണം. ഇവിടെ വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ അപ്പം വാഴ്ത്തുമ്പോൾ കർത്താവ് അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വാഴ്ത്തുന്നു എന്നല്ല അച്ഛൻ പറയുന്നു, കർത്താവ് വാഴ്ത്തുന്നു. കർത്താവ് വന്ന് വാഴ്ത്തി ശുദ്ധീകരിച്ചു. അത് ഇന്ന് ഭൂമിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് വാഴ്ത്തി കൊടുത്തു, വീഞ്ഞും വാഴ്ത്തി കൊടുത്തു. എൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് നിങ്ങൾ അനുഭവിക്കാനും പറഞ്ഞു, ഭക്ഷിക്കാൻ പറഞ്ഞു. അവരത് ഭക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ കർത്താവ് ദർശനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹയ്ക്ക് വിശുദ്ധ കുർബാന കൊടുത്ത് അവനെ കൊണ്ട് ഭക്ഷിപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് വിശുദ്ധ കുർബാനയിൽ സ്ത്രീയന്മാർ വിശുദ്ധ കുർബാന നടത്തിയപ്പോൾ, കുർബാന അനുഭവിച്ചപ്പോൾ പൗലോസ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്, അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന സമയത്ത് നമ്മൾ പറയും, അച്ഛൻ വിളിച്ചു പറയും, ഈ സമയത്ത് നിങ്ങളെല്ലാവരുടെയും വിചാരങ്ങളും ബോധങ്ങളും മനസ്സുകളും പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനിൽ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ശാരീരികമായി അല്ലെങ്കിലും നമ്മുടെ ചിന്തയും ഒക്കെ മനസ്സും ശരീരമില്ല, മനസ്സും ചിന്തയൊക്കെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇന്ന് ഇപ്പോഴും ഈ ബലി നടത്തിക്കൊണ്ടിരിക്കുക. ആണിപ്പാടുകളെ കാണിച്ചുകൊണ്ട് ബലി നടത്തിക്കൊണ്ടിരിക്കുക. അത് റോമർ 8:34 പറയുന്നുണ്ട്. ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ബലി തന്നെയാണ് ഇവിടെ ഭൂമിയിൽ നടക്കുന്നത്. അപ്പോൾ ശാരീരികമായി നമ്മൾ ഭൂമിയിലും ആ സമയത്ത് ചിന്തയിലും മനസ്സിലും അല്ലെങ്കിൽ ആത്മീയമായി നമ്മൾ സ്വർഗത്തിലുമായിരിക്കണം. അങ്ങനെ പറ്റുമോ? പറ്റുമല്ലോ. പിതാവിൻ്റെ വചനം ആദ്യകാലം മുതലേ, അനാദി മുതലേ പിതാവിനോട് കൂടെ ആയിരുന്നു. അവൻ മനുഷ്യാവതാരം എടുത്തപ്പോൾ ഭൂമിയിൽ ശാരീരികമായി അവൻ കാണപ്പെട്ടെങ്കിൽ ആ സമയത്തും അവൻ പിതാവിൻ്റെ കൂടെ ഉണ്ട്. പിതാവിൻ്റെ കൂടെ എപ്പോഴും അവനുണ്ട് എന്ന് പറഞ്ഞ പോലെ ശാരീരികമായി നമുക്ക് ഈ ഭൂമിയിൽ ബലി അർപ്പിക്കുമ്പോഴും നാം ആത്മീയമായി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാൻ്റെ കൂടെയാണ്. അത് നമുക്ക് സാധിക്കും. അതിനുള്ള ശക്തിയാണ് കുർബാനയിൽ കിട്ടുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്
വാഴ്ത്തി തരുന്നത് കർത്താവാണ്. അന്ന് വാഴ്ത്തിയത് ആ ഒറിജിനൽ അത് പട്ടക്കാരൻ വഴി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കുർബാന ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് പറയുന്നത്, ആവർത്തനമല്ല. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അവർ പറയുന്ന ഒരു യുക്തി ലേവ്യർ 17:12 രക്തം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ. രക്തമല്ലോ ജീവനുള്ളതിനാൽ പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ടത്രേ നിങ്ങളിൽ ഒരുവനും രക്തം ഭക്ഷിക്കരുത്, നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന വിദേശിയും രക്തം ഭക്ഷിക്കരുത്. ആദ്യത്തെ സെന്റൻസ് നോക്കി, രക്തമല്ലോ ജീവനുള്ളതിനാൽ പ്രായശ്ചിത്തമാകുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാണ് രക്തം ഭക്ഷിക്കുന്നത്. രക്തം ഭക്ഷിക്കാൻ പാടില്ല. പക്ഷേ ദൈവത്തിൻ്റെ രക്തമോ ദൈവത്തിൻ്റെ ശരീരമോ ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് ഒരു പുസ്തകത്തിലും പറയുന്നില്ല. അങ്ങനെ ദൈവം അർത്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വാഴ്ത്തിയിട്ട് തന്നെ ശരീരത്തിൻ്റെ രക്തം നിങ്ങൾ കഴിച്ചു എന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. ദൈവവാക്ക അങ്ങനെ പറയും. അപ്പോൾ ആ ഭാഗത്തിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ ശരീരം, ദൈവവും മനുഷ്യനുമായ എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കർത്താവ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല, ഒരു ദർശനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എന്ന് പറയുമ്പോഴും വിശുദ്ധ ശ്ലീഹാന്മാരിൽ നിന്നും അല്ലെങ്കിൽ ശ്ലീഹാന്മാർ കൈവച്ച പട്ടക്കാരിൽ നിന്നും, ശ്ലീഹാന്മാരിൽ നിന്നായിരിക്കുള്ളൂ. പരിശുദ്ധനായ പൗലോസ്ലീഹ പ്രാപിച്ചത് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. അതാണ് സത്യവും. അപ്പോൾ ഇവിടെ പട്ടക്കാരനൊരു മീഡിയേറ്റർ മാത്രമേ ആകുന്നു. നമ്മളും കർത്താവിൽ നിന്നാണ് പ്രാപിക്കുന്നത്. അത് പട്ടക്കാരൻ അവസാനത്തെ റൂഷ്മായിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു വ്യാഖ്യാനം അവർ പറയുന്നത്, ചിലർ പറയുന്നു, അവരല്ല, അതൊക്കെ നമ്മുടെ വിശ്വാസികൾ ചിലരൊക്കെ അതിനെ പറയുന്നത്. എന്താ പറയുന്നത്? ഈയിടെ ഒരു കത്തോലിക്കാച്ചൻ 2 ദിവസം മുമ്പ് അത് പറഞ്ഞു. ഈ കർത്താർ ഏതായിരിക്കാൻ പറയാമോ? വിശുദ്ധ കുർബാന കർത്താവ് തലേ ദിവസം സ്ഥാപിച്ചെങ്കിലും അത് പ്രാവർത്തികമായത് കർത്താവിൻ്റെ മരണശേഷമാണ്. കാരണം പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് കർത്താവിൻ്റെ മരണത്തെയാണ് നാം അനുസ്മരിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കർത്താവ് ഇങ്ങനെ പറയില്ലേ, വാഴ്ത്തി കൊടുത്ത അപ്പവും ശരീരവും ഇത് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുകയും എൻ്റെ മരണശേഷം മാത്രമേ, അല്ലെങ്കിൽ എൻ്റെ ഉയർപ്പിൻ്റെ ശേഷം മാത്രമേ ഇത് നിങ്ങൾ അനുഭവിക്കാവൂ എന്ന് പറയില്ലേ? അപ്പോഴത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. എങ്കിൽ കർത്താവ് അപ്പവും ശരീരവും രക്തവും അവർക്ക് കൊടുത്തു, അവർ ഭക്ഷിച്ചു, അവരനുഭവിച്ചു. അത് ഭക്ഷിച്ചിട്ടുണ്ടോ യൂദ ഓടിപ്പോയത്? അവരോട് സൂക്ഷിച്ചു വയ്ക്കാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ നിങ്ങളത് അനുഷ്ഠിക്കുന്നത് അതിൻ്റെ മരണശേഷം മാത്രമാവും, അല്ലെങ്കിൽ ഉയർപ്പിന് ശേഷം മാത്രമാവും. നമ്മുടെ സഭ വിശ്വസിക്കുന്നു ആ ശരീരം മുറിക്കപ്പെട്ട ശരീരമാണ്, ക്രൂശിൽ മുറിക്കപ്പെട്ട ശരീരമാണ്, അതേസമയം അത് ഉയർത്തെഴുന്നേറ്റ ശരീരവുമാണ്. ആണ് മിസ്റ്റിക്കൽ ബോഡി, മിസ്റ്റിക്കൽ ബ്ലഡ്, രഹസ്യമാണ്. കർത്താവിനൊന്നും അസാധ്യമല്ല. അവൻ്റെ മരണത്തിന് മുമ്പ് ഇതാ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. അപ്പം മുറിച്ചോ? പിറ്റേ ദിവസമല്ലേ മുറിച്ചേ? നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ പോകുന്ന, അല്ലെങ്കിൽ മുറിക്കപ്പെടുന്ന ശരീരം, ചിന്താൻ പോകുന്ന രക്തം, ആ കാസായിലെ രക്തം, ക്രൂശിലെ രക്തം തന്നെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സഭയുടെ വിശ്വാസം അത് തന്നെയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന കർത്താവിൻ്റെ മരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം പ്രാബല്യത്തിൽ വന്നുള്ളൂ എന്ന് ധരിക്കരുത്. ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ ബലി അർപ്പിക്കാൻ അത്ര പോയി കാണില്ല എന്ന് പറയാൻ പറ്റില്ല. അവരെല്ലാ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം കൂടി വന്ന്
പ്രാർത്ഥിച്ചു അപ്പം നുറുക്കിയെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നുറുക്കിയെന്നുള്ളത് വിശുദ്ധ കുർബാനയാണ്. അത് വെറുതെ അപ്പം നുറുക്കലായിട്ട് മാറ്റി ശരീരയുക്തമല്ല, അതിൻ്റെ പ്രതീകമായിട്ടൊക്കെയാണ് എന്നൊക്കെ പലരും പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്കൊന്നും വീണു പോകരുത്. അപ്പോൾ നാം ഓരോരുത്തരും, പരിശുദ്ധനായ പൗലോസ്ലീഹ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഈ കുർബാന കൈക്കൊള്ളുന്നത് കർത്താവിൻ്റെ കൈകളിൽ നിന്ന് തന്നെയാണ്. പട്ടക്കാരൻ ഒരു മീഡിയേറ്ററാണ്. ആ പട്ടക്കാരനിൽ കൂടി വിശുദ്ധ സഭ ഇത് തുടർന്നുകൊണ്ട് പോകുന്നു. കർത്താവിനറിയാം വരാനിരിക്കുന്ന പാവവും കഴിഞ്ഞ പാവം ഒക്കെ മോചിക്കപ്പെടാനാണ്. പക്ഷെ പാപം തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിശുദ്ധ കുർബാനയും തുടരേണ്ടതാണ്. വിശുദ്ധ കുർബാന പാപപരിഹാരത്തിന്, കടങ്ങളുടെ മോചനത്തിന്, നിത്യജീവന് വേണ്ടി ഇത് നിങ്ങൾ ഭക്ഷിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.